ഹലോ വെൽക്കം ടു എജുപോഡ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടാലോ? റെഡി അല്ലേ നിങ്ങൾ? യെസ്, കമോൺ. ഫ്രീ മാർക്കറ്റ്, സ്വതന്ത്ര വിപണി, ഇങ്ങനെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. വാട്ട് ഈസ് ഫ്രീ മാർക്കറ്റ്? എന്താണ് ഫ്രീ മാർക്കറ്റ്? മീൻസ് എ മാർക്കറ്റ് ഫ്രീ ഫ്രം ഓൾ കൈൻഡ് ഓഫ് റെഗുലേഷൻ വെദർ ബൈ ദി സ്റ്റേറ്റ്. രാഷ്ട്രത്തിൻ്റെയോ അല്ല മറ്റെന്തിൻ്റെങ്കിലോ ഏജൻസികളുടെയോ ഒരു തരത്തിലുമുള്ള നിയന്ത്രണങ്ങളും ഇല്ലാത്ത വിപണിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വതന്ത്ര വിപണി എന്ന് പറയുന്നത്. ഫ്രീ മാർക്കറ്റ് എന്നത് ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന മാർക്കറ്റാണ്. അവിടെ ആരുടെയും നിയന്ത്രണങ്ങൾ ഇല്ല. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ വിർച്വൽ മാർക്കറ്റ്? രണ്ടും രണ്ടാണോ? അല്ലല്ല. വിർച്വൽ മാർക്കറ്റ് ഓൺലൈൻ market. Virtual market, also called online market, refers to a digital platform where individuals can buy or sell commodities and service around the world. ഒന്നുമില്ല, ഓൺലൈനിൽ നിങ്ങളൊക്കെ ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാറില്ലേ? അത്രയേ ഉള്ളൂ. ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങുകയും അതിൽ വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് എന്ത് പറയുന്നത്? നമ്മുടെ വിർച്വൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നമുക്ക് എന്താണ്, വ്യക്തികൾക്ക് ലോകമെമ്പാടുമുള്ള ചരക്കുകളെ വിൽക്കുകയും സേവനങ്ങളും വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വിർച്വൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നറിയോ? ദിസ് ട്രാൻസാക്ഷൻ ആർ conducted in real time. They take effect with seconds. They involve no paper documents or paper currency. നമുക്ക് എല്ലാവരും വിരൽത്തുമ്പിലല്ലേ ഉള്ളത്? ഈ വിരൽത്തുമ്പിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉള്ളത് അല്ലേ? നമ്മൾ ഫോൺ എടുക്കുന്നു, ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള സാധനം കണ്ടാൽ നമ്മളത് ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നു. പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഒക്കെ ഡിജിറ്റലായിട്ടാണ് പോകുന്നത്. പേപ്പർ കറൻസി ഡോക്യുമെൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഒരു ഫ്യൂ ഡേയ്സ് കഴിഞ്ഞാൽ ബെല്ലടിക്കുന്നു, നമ്മുടെ സാധനം വരുന്നു, നമ്മളത് ഉപയോഗിക്കുന്നു. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് നമ്മുടെ വിർച്വൽ മാർക്കറ്റ് എന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ നെയിം എനി 3 states formed India as a result of tribal agitation. നമ്മുടെ ആദിവാസി പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ രൂപീകരിച്ച ഒരു 3 സംസ്ഥാനങ്ങളുടെ പേരാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് അറിയാലോ? യെസ്, നമ്മുടെ നാഗാലാൻഡ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്. ഈ സംസ്ഥാനങ്ങളൊക്കെ ആദിവാസി പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളവയാണ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി, സമുദായങ്ങൾ. എന്താണ് എ കമ്മ്യൂണിറ്റി? ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഷെയർ common interest, values, culture, identity or location. പൊതു താല്പര്യങ്ങളും മൂല്യങ്ങളും സംസ്കാരവും ഒക്കെ പൊതുവായിട്ട് എല്ലാവരും ഒരുമിച്ച് പങ്കിടുന്ന ആളുകളുടെ ഒരു കൂട്ടമാണ് എന്ത്? കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്നത്. ദെൻ മറ്റൊരുതാണ്, വാട്ട് ഈസ് കമ്മ്യൂണലിസം? എന്താണ് മക്കളെ വർഗീയത? എന്താണ് കമ്മ്യൂണലിസം? റീജിയണലിസം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ക്വസ്റ്റ്യൻ ആണ്. കമ്മ്യൂണലിസം മീൻസ് പീപ്പിൾ സപ്പോർട്ടിങ് ദെയർ ഓൺ റീജിയൻ ഓർ കമ്മ്യൂണിറ്റി മോർ ദ അതർ ഓഫൻ കോസിങ് ഡിവിഷൻ. എന്താണ് വർഗീയവാദം എന്നാൽ? മറ്റുള്ളവരെക്കാളും സ്വന്തം മതത്തെയോ അല്ലെങ്കിൽ സമൂഹത്തെയോ പിന്തുണയ്ക്കുന്ന ആളുകൾ എന്നാണ് നമ്മൾ പലപ്പോഴും എന്ത് പറയുന്നത്? കമ്മ്യൂണലിസം എന്ന് പറയുന്നത്. പലപ്പോഴും ഇവിടെ ചില ഭിന്നതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ്, ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് സിവിൽ സൊസൈറ്റി. പൗരസമൂഹത്തിൻ്റെ സവിശേഷതകൾ നിർവചിക്കുക, അതിനെ വിശദീകരിക്കുകയും ചെയ്യുക. എങ്ങനെ നമുക്ക് നിർവചിക്കാം? സ്വമേധയാ ഉള്ളതാണ്. അവിടെ ആരുടെ നിയന്ത്രണങ്ങളില്ല, സർക്കാർ ഇതരമല്ലതും സംസ്ഥാനത്തിൽ നിന്ന്, സ്റ്റേറ്റിൽ നിന്നും സ്വതന്ത്രമായി സംഘടിത സാമൂഹിക ജീവിതത്തിൻ്റെ മേഖലയാണ് എന്ത് പറയുന്നത്? സിവിൽ സമൂഹം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, വ്യക്തികളും ഗ്രൂപ്പുകളും താല്പര്യങ്ങളും മൂല്യങ്ങളും ഐഡൻറ്റിറ്റി എന്നിവയാണ് പ്രകടിപ്പിക്കുക. ഒരുപാട് ഓർഗനൈസേഷൻസ് ഒക്കെ ഇതിനകത്തുണ്ടാകും. ഇവിടെ എന്തില്ല, ഇവിടെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭത്തിന് വേണ്ടി ഉള്ളതല്ല സൊസൈറ്റി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വേണം. അപ്പോൾ ബൈ.